വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ബാങ്കിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം കേട്ടോ. ഒരു മോക്ക് ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. ബാങ്കിങ്ങിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ മാർക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ചോദ്യത്തിലേക്ക് പോകാം. കൂടുതൽ നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ ആ ഭാഗത്തെ ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. RBI ബന്ധപ്പെട്ട കാര്യങ്ങളാണുള്ളത്. എളുപ്പമുള്ള ചോദ്യങ്ങളാണ്, ചെയ്തു നോക്കാം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, ഡാഷ് ഈസ് ദ അപ്പെക്സ് ബാങ്ക് ഓഫ് എ കൺട്രി വിച്ച് പ്രൊവൈഡ് ഫിനാൻഷ്യൽ ആൻഡ് ബാങ്കിങ് സർവീസസ് ഫോർ ഇറ്റ്സ് നേഷൻസ് ഗവൺമെൻറ് ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. Dash is an apex bank of a country which provide financial and banking services for its nations, government and commercial banks. Option A RBI, Option B Central Bank, Option C SBI, Option D Government. ഇപ്പോൾ ഏതാണ് ഉത്തരമായിട്ട് വരിക? ഒരു രാജ്യത്തെ സെൻട്രൽ ബാങ്കാണ് എന്ത് ചെയ്യുന്നത്? ബാങ്കിങ് സർവീസസ്, ഫിനാൻഷ്യൽ ആൻഡ് ബാങ്കിങ് സർവീസസ് നാഷനും അതായത് ഗവൺമെൻറ്റിനും കൊമേഴ്ഷ്യൽ ബാങ്ക്സിനും കൊടുക്കുന്നത് ഒരു രാജ്യത്തെ സെൻട്രൽ ബാങ്കാണെന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, ഫസ്റ്റ് സെൻട്രൽ ബാങ്ക് ഇൻ ദ വേൾഡ്. ഫസ്റ്റ് സെൻട്രൽ ബാങ്ക് ഇൻ ദ വേൾഡ്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, പിന്നെ റിക്സ് ബാങ്ക് എന്നാണ്. ഇപ്പോൾ സ്വിറിജസ് റിക്സ് ബാങ്ക്, അത് പല രീതിയിൽ എഴുതി കാണാം. റിക്സ് ബാങ്ക്, ഫെഡറൽ റിസർവ് സിസ്റ്റം. അപ്പോൾ ഏതാണ് ഫസ്റ്റ് സെൻട്രൽ ബാങ്ക് ഇൻ ദ വേൾഡ് എന്ന്? അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഫസ്റ്റ്. റിക്സ് ബാങ്ക് ആണ്, അതിൻ്റെ ഫുൾ നെയിമാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് സെൻട്രൽ ബാങ്ക് ഇൻ ദ വേൾഡ്. അടുത്തത് പറയുന്നത്, ദ സെൻട്രൽ ബാങ്ക് ഓഫ് ചൈന എന്തു പേരിൽ അറിയപ്പെടുന്നു? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ചൈന, സെൻട്രൽ ബാങ്ക് ഓഫ് ചൈന, പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന, നൺ ഓഫ് ദി അബവ്. ഏതാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ചൈന? പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന എന്നാണ് അറിയപ്പെടുന്നത്. പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് പറയുന്നത്, ദ ഫെഡറൽ റിസർവ് സിസ്റ്റം ഫോം ചെയ്ത വർഷം. ഫെഡറൽ റിസർവ് സിസ്റ്റം USA സെൻട്രൽ ബാങ്കാണ്. അത് ഫോം ചെയ്ത വർഷം ചോദിക്കാറുണ്ട്. 1915 16, 14, 13 ഇത്രയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ഫെഡറൽ റിസർവ് സിസ്റ്റം ഫോം ചെയ്ത വർഷം? 1913. ഫസ്റ്റ് സെൻട്രൽ ബാങ്ക് ടു ഇഷ്യൂ കറൻസി നോട്ട്സ്. ഫസ്റ്റ് സെൻട്രൽ ബാങ്ക് ടു ഇഷ്യൂ കറൻസി നോട്ട്സ്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, ബാങ്ക് ഓഫ് ജപ്പാൻ, RBI, പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ആണ് ഉത്തരം. വിച്ച് കമ്മിറ്റി റെക്കമെൻഡഡ് ദ ഫോർമേഷൻ ഓഫ് RBI? RBI റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണ്? ഹിൽട്ടണിയൻ കമ്മീഷൻ, രംഗരാജൻ കമ്മിറ്റി, നരസിംഹം കമ്മിറ്റി, ദ വർമ്മ കമ്മിറ്റി. ഹിൽട്ടണിയൻ കമ്മീഷനാണ് RBIയുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മിറ്റി. സെൻട്രൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റി എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? സെൻട്രൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റി എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? 1931 സെൻട്രൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് ഫോർമലി ഇനാഗുറേറ്റഡ് ഇൻ എന്നാണ് ഇനാഗുറേറ്റ് ചെയ്തത് ഫോർമലി ആയിട്ട്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. April 1, 1935 ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, ഡാഷ് ബാങ്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ടേക്കിംഗ് ഓവർ ദ സെൻട്രൽ ബാങ്കിങ് ഫങ്ഷൻസ് ഓഫ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1921. RBI ആണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും ഇന്ത്യയുടെ പണികളൊക്കെ ഏറ്റെടുക്കുന്നത് അല്ലേ? 1921 രൂപീകരിച്ച ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ നിന്നും സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസൊക്കെ ഏറ്റെടുക്കുന്നത് ആരാണ്? RBI ആണ്. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് മൊത്തം പഠിച്ചിരിക്കണം. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം, ഡേറ്റ് അടക്കം പഠിച്ചിരിക്കണം. January 27 1921 ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫോർമേഷൻ്റെ ഡേറ്റ് വരുന്നത്. 27/1/1921.
ദ ഇനീഷ്യൽ ഷെയർ ക്യാപിറ്റൽ ഓഫ് RBI എത്രയായിരുന്നു? തുടക്കത്തിലെ ഷെയർ ക്യാപിറ്റൽ എത്രയായിരുന്നു? 5 കോടിയായിരുന്നു തുടക്കത്തിലെ ക്യാപിറ്റൽ കേട്ടോ. RBI സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ്? ഒരു ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ടാണ് RBI ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. RBI നാഷണലൈസ് ചെയ്തത്. RBI വാസ് നാഷണലൈസ്ഡ് ഓൺ 1949 നാഷണലൈസ് ചെയ്യുന്നത്. പിന്നെ RBI വാസ് നാഷണലൈസ്ഡ് ആസ് പെർ ഏത് ആക്ട് പ്രകാരമാണ് RBI നാഷണലൈസ് ചെയ്യുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ആണോ അതോ റിസർവ് ബാങ്ക് ഓഫ് അതായത് ട്രാൻസ്ഫർ ഓഫ് പബ്ലിക് ഓണർഷിപ്പ് ആക്ട്, അതാണ് അതിൻ്റെ ഫുൾ നെയിം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ആണോ, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആണോ, പബ്ലിക് ഡെറ്റ് ആക്ട് ആണോ, ഏതു പ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ നെയിം ഇതാണ് കേട്ടോ. ട്രാൻസ്ഫർ ഓഫ് പബ്ലിക് ഓണർഷിപ്പ് എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ആക്ട് പ്രകാരമാണ് നാഷണലൈസ് ചെയ്യുന്നത്. ഹൂ ഈസ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് RBI? ആരാണ് ചീഫ് എക്സിക്യൂട്ടീവ് RBIയുടെ? ഗവർണറാണ് അല്ലേ? ഗവർണറാണ് ചീഫ് എക്സിക്യൂട്ടീവ്. ഫസ്റ്റ് ഗവർണർ ആരാണ്? ഫസ്റ്റ് ഗവർണർ ഓഫ് RBI ആരാണ്? ഫസ്റ്റ് ഗവർണർ ഓസ്ബോൺ സ്മിത്ത് ആണ് അല്ലേ? ഇനി ഫസ്റ്റ് ഗവർണർ ഹൂ സൈൻഡ് ഇൻ കറൻസി നോട്ടിൽ ഒപ്പിട്ടത് ആരാണ്? ഓസ്ബോൺ സ്മിത്ത് ആവുമ്പോൾ കറൻസി നോട്ടിൽ ഒപ്പിട്ടിട്ടില്ല. അപ്പോൾ ഒപ്പിട്ട വ്യക്തി ആരാണ് എന്നാണ് അടുത്ത ചോദ്യം വന്നിട്ടുള്ളത്. അത് ജെയിംസ് ടെയ്ലറാണ് ആദ്യമായിട്ട് കറൻസി നോട്ടിൽ സൈൻ ചെയ്ത റിസർവ് ബാങ്ക് ഗവർണർ. ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ ഓഫ് RBI ആരാണ്? CD ദേശ്മുഖ് ആണ് ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ ഓഫ് RBI വരുന്നത്. CD ദേശ്മുഖ് ആണ്. ഗവർണർ ഓഫ് RBI ഹൂ ലേറ്റർ ബിക്കം ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, അതെല്ലാവർക്കും അറിയാം. RBIയുടെ ഗവർണറായിരുന്നു പിന്നീട് ആയിട്ടുള്ളത് ആരാണ്? മൻമോഹൻ സിംഗ് ആണ്. ഓക്കെ. അടുത്തത് ഗവർണർ ഓഫ് RBI അറ്റ് ദ ടൈം ഓഫ് ഡിമോണിറ്റൈസേഷൻ വന്നൂല്ലോ, നോട്ട് നിരോധനം. ആ സമയത്ത് ആരായിരുന്നു RBI ഗവർണറായിട്ടുണ്ടായിരുന്നത്? ഊർജിത് പട്ടേലായിരുന്നു കേട്ടോ. ആ സമയത്ത് പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യാൻ വളരെയധികം ഊർജം ഉള്ള ആളാണെന്ന് ആലോചിച്ചാൽ മതി. ഊർജം വേണം. അന്ന് അത്രയധികം പ്രശ്നങ്ങളുണ്ടായില്ല ഡിമോണിറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾക്കും അല്ലാതെയൊക്കെ. അടുത്തത് അതിൻ്റെ ഡേറ്റാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻ ഇന്ത്യ ഡിമോണിറ്റൈസേഷൻ ഓഫ് 1000 രൂപയുടെയും 500 രൂപയുടെയും ഇംപ്ലിമെൻറ്റ് ചെയ്ത ഡേറ്റ് എന്നാണ് ഒരു ദിവസം പ്രഖ്യാപിക്കുകയാണല്ലോ ഉണ്ടായത്. ആ ഡേറ്റ് എന്നാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അതെന്നാണ്? നവംബർ 8, 2016 കേട്ടോ. ഒന്ന് ഓർത്ത് വയ്ക്കണേ. നവംബർ 8, 2016. പ്രസൻറ്റ് ഗവർണർ ഓഫ് RBI ആരാണ്? പ്രസൻറ്റ് ഗവർണർ പുതിയ ആൾ വന്നിട്ടുണ്ട്, പേര് മറക്കരുത്. സഞ്ജയ് മൽഹോത്ര, അതാണ് പുതിയ ഗവർണർ ഓഫ് RBI. അടുത്തത് വരുന്നത് റിസർവ് ബാങ്ക് ഹാസ് ദ റൈറ്റ് ടു ഇഷ്യൂ കറൻസി നോട്ട്. ഏത് ഡിനോമിനേഷൻ മൊത്തമാണ് ചെയ്യാൻ പറ്റുക? എത്ര തൊട്ടിട്ട് എത്ര വരെ പറ്റുക RBIക്ക്? ഉത്തരം എന്താ? 2 തൊട്ടിട്ട് 10,000 വരെയാണ് പറ്റുക കേട്ടോ. അടുത്തത് RBI ഇഷ്യൂസ് കറൻസി നോട്ട്സ് എക്സെപ്റ്റ്. ഏതൊഴികെയാണ് RBI കറൻസി നോട്ട് എക്സെപ്റ്റ്? എന്താ പറയണേ? എക്സെപ്റ്റ് 1 രൂപയുടെ നോട്ടുകളും കോയിനുകളും ആരല്ല ഉണ്ടാക്കുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ല ഉണ്ടാക്കുന്നത് കേട്ടോ. അത് ഓർത്ത് വയ്ക്കുക. 1 റുപ്പി നോട്ട്സും കോയിൻസും ആരല്ല? RBI അല്ല. ഇനി 1 റുപ്പി നോട്ട് സൈൻഡ് ബൈ ആരാ സൈൻ ചെയ്യുക? RBI അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ആരാണ് സൈൻ ചെയ്യുക എന്ന് വെച്ചാൽ ആരാ സൈൻ ചെയ്യുക? ഫിനാൻസ് സെക്രട്ടറി ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് ഒരു രൂപയുടെ നോട്ടിൽ സൈൻ ചെയ്യണത്. ഇന്ത്യയുടെ കോയിനേജ് ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? കോയിനേജ് ആക്ട് ഏത് വർഷം നിലവിൽ വന്നു? 1906 നിലവിൽ വന്നത്.
ഇന്ത്യൻ കോയിനേജ് അമെൻമെൻറ്റ് ആക്ട് എന്നാണ് നിലവിൽ വന്നത്? അമെൻമെൻറ്റ് ആക്ട്, അതിൽ സുപ്രധാന അമെൻമെൻറ്റ് വന്നത് 2011. പിന്നെ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 1995 ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ സ്കീം നിലവിൽ വന്നത്. ദ ഹോൾ ക്യാപിറ്റൽ ഓഫ് RBI ഹെൽഡ് ചെയ്യുന്നത് ആരാണ്? പൂർണ്ണമായിട്ട് RBIയുടെ ക്യാപിറ്റൽ ഹോൾഡ് ചെയ്യുന്നത് ആരായിരിക്കും? സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും അല്ലേ, അവരുടെ സ്ഥാപനമല്ലേ RBI. എക്സ്പാൻഡ് SPMCIL, എന്താണ് ഇതിൻ്റെ ഫുൾ ഫോം എന്നാണ് ചോദിച്ചിട്ടുള്ളത്? SPMCIL എന്താണ്? സെക്യൂരിറ്റി പ്രിൻറ്റിംഗ് ആൻഡ് മിൻറ്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഈ SPMCIL എന്നതിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത് കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് മാർക്ക് കമൻറ്റ് ചെയ്യണേ. എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്